വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വീഡിയോ സ്കിപ്പ് ചെയ്ത് വയ്ക്കോ, അടുത്തൊരു കോണ്ടൻറ്റ് കണ്ടോ. ഇത് കുറച്ച് റീൽസ് ചെയ്യുന്ന ഉസ്താദുമാരെ കുറിച്ചുള്ള കോണ്ടൻറ്റാണ്. ഓക്കെ, കാരണം ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ ന്യൂസൻസ് ഇതേപോലെ റീൽ ചെയ്യുന്ന ഉസ്താദുമാരാണ്. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. മതം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ ആ രീതിയിൽ വളരെ കൃത്യമായിട്ട് മതം പഠിപ്പിക്കാനും പറയാനും ഒക്കെ പറഞ്ഞിട്ട് പോകണം. അതിലുപരി അവർ ചെയ്യുന്നതേ റീച്ചിന് വേണ്ടി, എന്നിട്ട് അവർ കുറ്റം പറയുന്നത് ബാക്കി റീൽസ് ചെയ്യുന്നവരെ. എന്ത് ന്യായടാ അതിലൊക്കെ അടകുമ്മാലേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് പല ഉസ്താദുമാരുടെ വീഡിയോകൾ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ഉണ്ട്. ഈ ചങ്ങായി ഇതിനു മുമ്പ് ഹനാൻഷ കാസർഗോഡ് വന്ന സീനിൽ ഹനാൻഷയെ കുറിച്ചിട്ടൊക്കെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ തൊപ്പീനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ടുകാരനുണ്ട്, ഹനാൻ ഷാ എന്നൊരു പാട്ടുകാരുണ്ട്. ഓനിക്കെതിരെ പ്രസംഗിച്ച സമയത്ത് എനിക്കെതിരെ ഒരു 10-15 പേര് കുറെ വീഡിയോ ഒക്കെ ആയിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് എനിക്കെതിരെ വീഡിയോ ചെയ്തു. അപ്പൊ അതില് തൊപ്പി നിഹാദ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ലൈവില് എന്നെ കുറെ തെറിയൊക്കെ പറഞ്ഞു, എന്നെ കുറെ കായും ബായും ഒക്കെ ചേർത്ത് കുറെയൊക്കെ തെറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം ഈ ചങ്ങാതി പറയുന്ന ഒരു കാര്യമുണ്ട്, നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കിയൊന്നും ചെയ്യണ്ട. നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കി ചെയ്യണ്ട. പേര് നിഹാദ് എന്ന, പക്ഷേ തെറ്റുകൾ ജീവിതത്തിൽ എന്നും ചെയ്യുന്ന ഒരു സഹോദരനാണ് പറയണേ. നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കി ഒന്നും ചെയ്യണ്ട. സ്വന്തം ഉമ്മയും വാപ്പയും വെറുപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ലൈവിലൂടെ പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ മുഴുവനും കോമാളിയാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ കുറച്ചു ദിവസം മുമ്പ് നോക്കി, ആ സഹോദരൻ ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ പെണ്ണിന്റെ മാറ് നോക്കിയിട്ട് വായിലൂടെ വെള്ളം ഇങ്ങനെ ഉറിച്ചിറക്കുന്ന രീതിയിൽ പല എക്സ്പ്രഷനുകളും വീഡിയോയിലും ഇട്ടിട്ട് ആ സഹോദരൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ട് പറയാ, നിസ്കരിച്ചാൽ മാത്രം മതി, ഹനാൻഷ പാട്ട് പാടിയിട്ട് കുഴപ്പമൊന്നുമില്ല, നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ച് ഹറാമ് ചെയ്താൽ അത് നടക്കണ കാര്യമാണോ? അല്ല. സമൂഹത്തിൽ ഭയങ്കര മാന്യൻ തലയിൽ തൊപ്പിയൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ കുരിശുപള്ളി കവലയിൽ വന്നിട്ട് രാത്രി DJ ഡാൻസ് കളിച്ചാല് അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അതാണ് ഫാസിഖീങ്ങൾ എന്ന് പറയുന്നത്. ആരാണോ ഫാസിഖീങ്ങളാരാ? അവര് നരകത്തിന്റെ 5ാമത്തെ അവകാശികളാണെന്ന് നബിഗുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ദീൻ പറയാൻ മുസ്ലിംമാർക്ക് പറ്റൂല, ഇപ്പം ദീൻ പറയാൻ ഉസ്താദന്മാർക്ക് പറ്റൂല. ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് അതൊരു മുഖത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ട് ഇൻഫ്ലുവൻസ്മാർ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഗൾഫിലും ദുബൈയിലൊക്കെ ഒരു പണിയില്ലാതെ കുറെ ചങ്ങായിമാര് വെറുതെ അത്തരം തേച്ച് നടക്കുന്നുണ്ട്. അവര് പറയണ ഉസ്താദന്മാര് ദീൻ പറയണ്ട, ഞങ്ങൾ ഇൻഫ്ലുവൻസർമാരാണ്, ദീൻ പറയേണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ഫാസിഖീങ്ങളാരാ? അവര് നരകത്തിന്റെ അവകാശികളാണ് നബിഗുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വഖത്ത് നിസ്കാരമുണ്ട്, രാത്രി ഗാനങ്ങളെ പാട്ടുപാടുക, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. 5 വഖത്ത് നിസ്കാരമുണ്ട്, നിഹാദ് എന്ന പേര്, തൊപ്പി എന്ന പേര് തൊപ്പി വെച്ചിട്ട് ലൈവ് ചെയ്തിട്ട് ആളുകളെ തെറി പറഞ്ഞാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കിടക്കോ? ഇല്ല. സ്വന്തം ഉമ്മയെ വാപ്പയും വെറുപ്പിച്ചുകൊണ്ട് എന്തെല്ലാം ആളുകൾക്ക് കാണിച്ചു കൊടുത്താലും എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവോ? ഉണ്ടാകില്ല. അതാണ് ഞാൻ പറയണ ഫാസിഖീങ്ങളാരാ? അവര് നരകത്തിന്റെ 5ാമത്തെ അവകാശികളാ, മഹാനാകുന്ന നബിഗുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൊപ്പി വെച്ച മോയന്തേ എന്നോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇജിപ്പി പറഞ്ഞല്ലോ, മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് ക്യാമറ മുന്നിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എൻ്റെ പണി പോകുന്നുള്ള പേടി എനിക്ക് എമ്പാടും ഉണ്ട് എന്നുള്ളത് എൻ്റെ വർത്താനത്തിൽ നിന്ന് മനസ്സിലായോ? ഇനി ആഷിഖ് ദരീമി ആലപ്പുഴ, പബ്ലിക് ഫിഗർ, ഇസ്ലാമിക് സ്പീക്കർ, എന്നിട്ട് ആ ചങ്ങായിൻ്റെ പ്രൊഫൈലാണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ. സ്വന്തമായി പ്രൊഫൈലും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയിട്ട് നീ ഉണ്ടാക്കിയാണോ ഞങ്ങൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഉണ്ടാക്കിയാണോ അറിയില്ല. എന്തായാലും 77.4K ഫോളോവേഴ്സ് എനിക്ക് ഉണ്ട് അതിനകത്ത്. ഈ ആകെ 3 ആളെ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഈയാണ് ബാക്കി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പണി പോവും. അതിൽ ദീൻ പറയാൻ ഇജാണ് മെയിൻ. അനക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് അത്, ഇജ് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവർ പറയരുത്. എല്ലാവരും പഠിക്കുന്നത് ഒരേ കിതാബാണ്, മനസ്സിലായോ? എല്ലാവർക്കും ഉള്ളത് ഒരേ പടച്ചോനാണ്. ആ പടച്ചോൻ എല്ലാവരോടും പറഞ്ഞത് ഒരേ കാര്യമാണ്. എന്നോട് മാത്രം സ്പെഷ്യലായിട്ടൊന്നും വേറെ പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ കിതാബ് വായിച്ചിട്ട് ഓർക്ക് മനസ്സിലായത് ഓർക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം പേടി മൂപ്പർക്ക്, അള്ളാ അതില്ല ഇനി എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്നുള്ള പേടി. പിന്നെ ആൾക്ക് റീച്ചാണ് വേണ്ടത്. എടാ ചെങ്ങായി, ഹനാൻ ഷാൻ്റെ വീഡിയോ ഈ ഇട്ട സമയത്ത് എത്രയോ പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ എന്തിനാ തൊപ്പീൻ്റെ മാത്രം എടുത്ത് വെച്ച് ഓൻ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞാൽ കുറ്റം പറയുക ഒരാൾ.
ഒരിക്കലും ഒരു ഉസ്താദ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കുറ്റം പറയുക. ഒരു 4 ആൾ കേൾക്കെ, 4 ആളെ സദസ്സിൽ 4 ആളെ മുന്നിലേക്ക് ഒരു വ്യക്തിയെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് ആദ്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്കറിയില്ലത്. എനിക്കറിയില്ലേ? ഇങ്ങനെ ഓരോ വെടക്ക് പിടിച്ച കുറേ എണ്ണങ്ങൾ തൊപ്പിയിട്ടിട്ട് വെള്ളയും എടുത്തിട്ട് ഞാനാണ് പടച്ചോൻ്റെ ആൾ, നമ്മൾ പറയുന്നതാണ് പടച്ചോൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതാണ് റീൽസിലെ ഏറ്റവും വലിയ ദുരന്തം. ഈ അടുത്ത കാലത്ത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഇതേപോലത്തെ കുറേ ഉസ്താദുമാരാണ്. ഇവരങ്ങോട്ട് ഇറങ്ങുകയാണ്. ബാക്കിയുള്ളവർ ഇസ്ലാം മതം ആദ്യമേ പഠിപ്പിക്കുന്നത് എന്താ? ഒരു മനുഷ്യൻ്റെ കുറ്റവും കുറവും വേറെയുള്ള ആൾക്കാർക്കൊക്കെ പറയരുത് എന്നാണ്. തൊപ്പി മതത്തിൽ വിശ്വസിച്ച് മതത്തിലെ മറ്റേ പുസ്തകത്തിൻ്റെ നടുപ്പേജായി ജീവിക്കുന്ന ആളൊന്നുമല്ല. മനസ്സിലായോ? അങ്ങനെയുള്ളവർ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് പറയാം. അവർക്ക് അത് അവർ ആ മതത്തിലൂടെ ജീവിക്കുന്നവരല്ലാത്തത് കൊണ്ട് തന്നെ മതം പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ഫോളോ ചെയ്യണമെന്നില്ല. നീ മതം വിറ്റ് ജീവിക്കുന്ന ഒരുത്തനാണ്. മനസ്സിലായില്ലേ? മതം പഠിപ്പിക്കാനും മതത്തിൻ്റെ ദീൻ എല്ലാവരിലേക്കും എത്തിക്കാനും വേണ്ടി നടക്കുന്ന ഒരുത്തനാണ്. ആ നീ തന്നെ നിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയോ തൊപ്പിനെ കുറിച്ച് പറഞ്ഞേ. ആൾക്കാർ വന്ന് കമൻറ്റ് ഇട്ട് അങ്ങനെ പോണതാ. ഒരു ഉളുപ്പ് ഇത്രയും നാണം മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പോകണം. കാരണം എന്താ പറയുക, മറ്റുള്ള ഒരുത്തനെയാണ് നീ 4 ആളെ മുന്നിലേക്ക് കുറ്റം പറയാൻ ഇട്ട് കൊടുക്കുന്നത്. അത് പേഴ്സണലി പോയിട്ട് അയാളോട് പറഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ് നിന്നിൽ അർപ്പിച്ച കർമ്മം. നീ അത് ചെയ്യാതെ 4 ആളെ മുന്നിൽ നിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് നിന്നെ എന്തോ പറഞ്ഞു തൊപ്പി എന്ന് പറഞ്ഞിട്ട് അസഹിഷ്ണുതയാണോ? ഒരു മതപണ്ഡിതൻ ആദ്യം വേണ്ടത് എന്താ? സഹിഷ്ണുതയാണ് വേണ്ട, അസഹിഷ്ണുത പാടില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും ഇറിറ്റേറ്റഡ് ആവാൻ പാടില്ല മതപണ്ഡിതന്മാർ. വിമർശനങ്ങൾ വരും. വിമർശിക്കുന്നവർ ചിലപ്പോൾ പല രീതിയിലും വിമർശിക്കും. മതമറിയുന്ന, മതത്തെ അറിയുന്ന, അത് 4 ആളിലേക്ക് എത്തിക്കാൻ ഞാനാണ് ഏറ്റവും അതിന് ഉചിതം എന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്ത് പോകുന്ന റോളാണല്ലോ ഈ മതപണ്ഡിതൻ്റെ റോള്. അപ്പം ഇതെന്താ പറയുക, ഇങ്ങനെ കുറേ കോമാളികളുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. ഇതിപ്പോൾ തൊപ്പീനി, ഹനാൻ ഷാനി, ഇങ്ങനെ കുറച്ച് അങ്ങനെയാണിത്. ഇവർ സെലക്റ്റീവാണ് ഭയങ്കരമായിട്ട്. ഈ റീൽസ് ഇടുന്ന ഉസ്താദുമാർ ഭയങ്കര സെലക്റ്റീവാണ്. അവർ ഭയങ്കര റീച്ചുള്ള കണ്ടൻറ്റ്, റീച്ചുള്ള ആളുകളെ മാത്രമേ തൊടൂ. അതിനപ്പുറത്തേക്ക് വേറെ ആരും ഒരു തൊടാൻ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ 4 തെറി വിളിച്ചു, നിസ്കരിച്ചാൽ പോരെ മാറില്ല. അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും പറയുന്നത്. ക്രിസ്ത്യാനികളിൽ കുമ്പസരിച്ചാൽ മതി, മുസ്ലിങ്ങളിൽ ഹജ്ജിന് പോയാൽ മതി, ഹിന്ദുക്കളിൽ ഏതെങ്കിലും അമ്പലത്തിൽ ചെന്നിട്ട് വല്ല പുഷ്പാഞ്ജലി അർച്ചനയൊക്കെ കഴിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ 4 ശയനപ്രദക്ഷിണം വെച്ചാൽ മതി. ഇതന്നെ ഇത് എല്ലാ മതത്തിലും പറയുന്നതല്ലേ. നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നാൽ ദൈവത്തോട് ഏറ്റു പറയൂ, നിങ്ങൾക്കൊരു ചാൻസും കൂടിയും കിട്ടും. തെറ്റ് ചെയ്യും ചാൻസ് കിട്ടാമോ, തെറ്റ് ചെയ്യും ചാൻസ് കിട്ടാമോ, തന്നെയല്ലേ ഇവിടുത്തെ വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മതത്തിൽ തെറ്റ് ചെയ്ത ആ തെറ്റിൻ്റെ പരിഹാര കർമ്മം എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട്. അതെന്തോ അറിയാത്ത പോലെ വന്നിരുന്നിട്ട് തൊപ്പി അങ്ങനെ പറഞ്ഞു. ഹനാൻഷ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഹനാൻഷ നിസ്കരിക്കില്ലേ? തൊപ്പി ഏതോ പെണ്ണിനെ നോക്കിയിട്ട് ലൈവിൽ വെള്ളം ഇറക്കിയിരിക്കുന്നത്. ഈ എന്തിനാ പോയി കാണേണ്ട ആവശ്യം എനിക്ക്? അപ്പം നാളെ തൊപ്പീനെ ഈ കണ്ടന്റ് ആക്കണം എന്നുള്ളതുകൊണ്ടല്ലേ ഈ പോയി കാണുന്നത്. ഇങ്ങനെ കുറേ റീൽസ് ദുരന്തോളി ഉസ്താദുമാർ ഈറ്റങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഈറ്റങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് ഇടാനും നെഞ്ച് തുടിപ്പിക്കാനും വേറെ കുറേ ടീംസ് വേറെ കാശ് കൊടുത്ത് പറഞ്ഞു വെക്കുന്നതാണോ എന്ന് അറിയാൻ പാടില്ല കമൻറ്റ് ബോക്സിൽ ഈറ്റങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. എന്നാണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഞാൻ കൂട്ടത്തിൽപ്പെട്ട വേറെ റൈറ്റ് ഞാൻ കാണിച്ചു തരാം. റസ്മിൻ ബായ് ഈ ഇടയ്ക്ക്, റസ്മിന് മതമൊന്നുമില്ല. ഓക്കെ, ബിഗ് ബോസിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ റസ്മിനോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് റസ്മിന് പ്രത്യേകിച്ച് മതം അല്ലെങ്കിൽ മതം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. മനുഷ്യനായിട്ട് ജീവിക്കണം, മനുഷ്യനായിട്ട് മരിക്കണം, ഇത്രയേ ഉള്ളൂ റസ്മിൻ ബായിനോട് മീഡിയക്കാർ ചോദിച്ച സമയത്ത് മതത്തിനെ കുറിച്ച് റസ്മിൻ ബായ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ഏറ്റുപിടിച്ചും കുറേ ഉസ്താദുമാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു പഠിച്ചതും അല്ലെങ്കിൽ അറിഞ്ഞതും ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം. നമ്മളെ ചെറുപ്പത്തിലെ ഇൻജക്ട് ചെയ്യാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആ ഇൻജക്ട് ചെയ്ത കാര്യങ്ങൾ വലുതായാലും നമുക്ക് ആ ശീലങ്ങൾ മാറില്ല. പിന്നെ ബോധം വയ്ക്കുക, അതായത് പഠിച്ചോണ്ട് മാത്രം കാര്യമില്ല. ആ ഒരു ബോധം, നോളജ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇതിനിങ്ങനെയാണോ ഞാൻ ഞാനൊക്കെ സത്യം പറയാലോ, ഞാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷേ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ
ദേഷ്യമൊക്കെ വരും. അപ്പോൾ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മൾ ലോകം കാണുക എന്ന് പറയില്ല, നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയോ അറിയുകയോ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പൊട്ടക്കിണറ്റിലാണ് കിടക്കുന്നത്. അവർ അതിന് വെളിയിൽ വരാൻ തയ്യാറല്ല. അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ലോകം, ഇതിനുള്ളിൽ അവരുണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ലോകം എന്നാണ്. അതിന് വെളിയിൽ വന്ന് പുറത്തേക്ക് ചാടിയാൽ മാത്രമേ അറിയുള്ളൂ പുറത്തും വേറൊരു ലോകമുണ്ട്. ഇവിടുത്തെ കൾച്ചറാണോ വേറെ സ്ഥലങ്ങളിലുള്ളത്? അല്ല. ഇവിടുത്തെ ബിലീഫ്സ് ആണോ വേറെ സ്ഥലങ്ങളിലുള്ളത്? അല്ല. എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ്. റസ്മിൻ ഭായ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം മദ്രസയെ പഠിച്ച കാര്യങ്ങൾ ലൈഫ് ലോങ് കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ അത് മതം അനുസരിച്ച് മതം നോക്കി അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇപ്പോൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെന്നുണ്ടെങ്കിലും മതത്തിനകത്തിരുന്നു കൊണ്ട് മതം പറയുന്ന രീതിയിൽ മതം എന്തൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നോക്കി കൃത്യമായിട്ട് മതപരമായിട്ടുള്ള ആചാരങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ പൊട്ടക്കിണറ്റിലെ തവളയാണ്. എന്താ അതിൽ പ്രശ്നമുള്ള? എല്ലാ മതങ്ങളിലും ഏറ്റവും കൂടുതലുള്ള റെസ്ട്രിക്ഷൻസ് ആണ്, ഫ്രീഡമാണ്. എൻ്റെ അറിവിലല്ല, എല്ലാ മതത്തിലും ഉള്ളത് മോസ്റ്റ് മെജോറിറ്റി മതങ്ങളും പറയുന്നത് റെസ്ട്രിക്ഷൻസ് ആണ്. റെസ്ട്രിക്ഷൻസിൻ്റെ അകത്തിരുന്ന് ജീവിക്കുക, മതം പറഞ്ഞ പോലെ മതത്തിലെ ദൈവം പറഞ്ഞ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര സന്തോഷപൂർവ്വമാവും. അവിടെ മനുഷ്യന് ഫ്രീഡം അല്ല. മനസ്സിലായില്ലോ? ഒരു മനുഷ്യന് ഫ്രീഡം കട്ടാവുന്നത് എവിടെയാണ്? ഒരു മതത്തിൻ്റെ മുദ്രകുത്തലിലേക്ക് ജനിച്ച് വീഴുമ്പോഴാണ്. ഭയങ്കര സീനാണ്. ഇപ്പം ഞാൻ പണ്ടിൻ്റെ അമ്മമ്മ പാവം മരിച്ചുപോയി, എന്നെ ശബരിമലയെ കൊണ്ടുപോകാൻ വേണ്ടി മാലടിപ്പിക്കും. എൻ്റെ ഫ്രീഡം കട്ട് ചെയ്തിട്ടാണ് എന്നെ മാലടിപ്പിക്കുന്നത്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് നോൺ വെജ് തിന്നാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഫുള്ള് കട്ട് ചെയ്തൊരു 10-40 ദിവസം ഇന്നെ ഇരുത്തിയിട്ടാണ് എന്നെ എന്ത് ചെയ്യുന്നത്, മാലയിട്ട് മലയ്ക്ക് കൊണ്ടുപോകുന്നത്. അവിടെ റെസ്ട്രിക്ഷനാണ്. അങ്ങനെ പല പല കാര്യങ്ങളും. ഇപ്പം മുസ്ലിം മതത്തിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നു. മനസ്സിലായില്ലേ? ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന ആഗ്രഹങ്ങളൊക്കെ പിടിച്ച് വെച്ച് അവിടെ നിൽക്കുകയാണ്. ഇനി അത് മാത്രമല്ല, പല കാര്യം മുസ്ലിം മതത്തിൽ കണ്ടമാനുണ്ട്, ക്രിസ്ത്യൻസിലുണ്ട്. എല്ലാ മതത്തിലും ഈ മതപരമായിട്ട് റെസ്ട്രിക്ഷൻസാണ് കൂടുതൽ, ഫ്രീഡം അല്ല. മനസ്സിലായില്ല? ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം, ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിക്കണം. അവിടെ മതത്തിൻ്റെ കെട്ടുപാടുകൾ ഉണ്ടാകാൻ പാടില്ല. റിലേഷൻഷിപ്സ് വരാം, അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടി, അനിയൻ, അനിയത്തി, ഫ്രണ്ട്സ്, റിലേഷൻഷിപ്സ് ഇന്നവിറ്റബിളാണ്. മനുഷ്യനാണെങ്കിലും ഏതൊരു ലിവിങ് ബീങ്ങിനാണെങ്കിലും അതുണ്ടാവും. മനുഷ്യനേഷം കൂടുതലാണ്. കാരണം നമ്മൾ അങ്ങനെ കോളനൈസ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ്, സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഒറ്റപ്പെടൽ നമുക്ക് അത്ര അടിപൊളി പരിപാടിയൊന്നുമില്ല. സോ റിലേഷൻഷിപ്സ് ഫൈൻ. ഈ റിലേഷൻഷിപ്സൊക്കെ വിട്ടിട്ട് അതിനുപരി മതപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഹാർഡ് പരിപാടിയാണ്. അത് റിയലൈസ് ചെയ്യുന്നവർ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യും. ഇപ്പോൾ റസ്മിൻ ഭായിനെ സംബന്ധിച്ചിടത്തോളം റസ്മിൻ ഭായ് ഭയങ്കര അതൊക്കെ റിയലൈസ് ചെയ്ത് ലോകം മൊത്തം ചുറ്റിക്കാണണം, ചുറ്റുപാടുള്ള ലോകം എന്താണെന്ന് അറിയണം, ഒരു മനുഷ്യനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു പോകുന്ന ഒരാളാണ്. ഇപ്പം ഞാനൊക്കെ അങ്ങനെ തിങ്കിങ് ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ബാക്കിയുള്ളവർ നോക്കുന്ന ഓബിയസ്ലി പൊട്ടക്കിണറ്റിലെ തവളകളായിട്ടേ തോന്നും. അവിടുന്ന് നോക്കുമ്പോൾ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം അത്രയേ ഉള്ളൂ, ഭൂമി ഇത്രയേ ഉള്ളൂ തോന്നുന്ന പോലെ തന്നെയാണ്. ആ മതത്തിലിരുന്ന് ഇങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മളെ മതമാണ് ഏറ്റവും വലുത്, നമ്മളെ മതത്തിനേക്കാൾ ടോപ്പ് വേറൊന്നുമില്ല, ബാക്കി മതക്കാരിഞ്ഞ് നമ്മളെന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നമ്മൾ തീർത്തുകളി. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഇതാണ് വിചാരം മനസ്സിനകത്തിപ്പോൾ. അപ്പം അതൊരു നല്ല കാര്യമായിട്ട് റസ്മിന് തോന്നുന്നില്ല, എനിക്കും പേഴ്സണലി തോന്നുന്നില്ല. അത് റസ്മിൻ പറഞ്ഞു. ഒരു മതത്തിനെ എപ്പോഴും ബഹുമാനിച്ച് മതത്തിനെ വിമർശിച്ചൂടെ? ഇന്ത്യയിൽ നിന്നല്ല, ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മതത്തെ വിമർശിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വള്ളി പിടിച്ചിട്ടുള്ളത്. എന്തോ വിമർശിക്കാൻ പാടില്ലാത്ത സാധനമാണ് മതവും ദൈവവും എന്നൊക്കെ തോന്നും. ഏതെങ്കിലും ഒരു ദൈവം എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? മതത്തെയോ എന്നെയോ വിമർശിക്കാൻ പാടില്ല. വിമർശിക്കുന്നവരും വളരും എന്നൊക്കെയാണ് പലരും പറയാറ്. ഇത് വിമർശനം പാടില്ല, അപ്പത്തേക്ക് വരും കുറേ തലേ കെട്ടുകാർ. മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. സത്യം പറഞ്ഞാലേ എനിക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ആർക്കാ ദേഷ്യം വരാത്തത്? പ്രത്യേകിച്ച് ചേച്ചിക്ക് എന്തായാലും ദേഷ്യം വരും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? മാന്യമായിട്ട് സംസാരിക്കണം, പോയി മാന്യമായി വസ്ത്രം ധരിക്കണം, അതിപ്പോൾ ദേഷ്യം വരുത്തുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. മാതാപിതാക്കളോട് വളരെ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം. അതുപോലെ അയൽവാസി ഇതര മതസ്ഥരാണെങ്കിലും അവരോട് വളരെയേറെ മാന്യമായിട്ട് പെരുമാറണം. പിന്നെ തെറ്റുകൾ ചെയ്യരുത്, കള്ളു കുടിക്കരുത്,
വ്യഭിചരിക്കരുത്. ദേഷ്യം വരണ്ട എനിക്ക്. ഇതൊക്കെ പഠിപ്പിക്കാൻ കൊള്ളാവോ? ഇതൊക്കെ മദ്രസയിൽ പഠിപ്പിക്കാൻ കൊള്ളാവോ? ദേഷ്യം വരൂലേ മനുഷ്യന്മാർക്ക്? ചേച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ചേച്ചിയെപ്പോലെ ഹൃദയം പിളർന്ന് കിടന്നാലും ഇരുന്നാലും ദറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. എങ്ങനെയാണെങ്കിലും ഹൃദയം പിളർന്ന് മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി ഇരുന്നിട്ട് ആ നെഞ്ചത്ത് പടം വരക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ മദ്രസയിൽ തെറ്റാണെന്ന് പഠിപ്പിച്ചതാണ്. അപ്പം എന്തായാലും ചേച്ചിക്ക് ദേഷ്യം വരൂലേ? ഇല്ലേ? പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതല്ലേ, എന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നിയോ? ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനൊരു കോളേജിൽ പ്രൊഫസറാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ഇന്നൊരു ടീച്ചറാണ്. അതുപോലെ എൻ്റെ സഹോദരി 9ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ന് അറിയപ്പെടുന്നൊരു സൈക്കോളജിസ്റ്റും കൗൺസിലറുമാണ്. അപ്പോൾ ചേച്ചിക്ക് ഇതൊന്നും ആകാൻ പറ്റാത്തതിൻ്റെ വിഷമാന്നേ. എന്തോരം കുടുംബങ്ങളിൽ, ഓരോ കുടുംബവും അങ്ങനെ എടുത്തു നോക്കിയാൽ നിങ്ങൾ, ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്. ഈ മദ്രസ പഠനം കൊണ്ട് അവരുടെ മേഖലകളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് കുരു പൊട്ടിയില്ലെങ്കിൽ സങ്കടം വരൂലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ചേച്ചി ബിഗ് ബോസിൽ പോയി നോക്കി, അവിടെ ഇവിടെയും തെണ്ടി നോക്കി, കറങ്ങി നോക്കി, ആരും ഉദ്ഘാടനത്തിന് പോലും വിളിക്കുന്നില്ലാന്നേ. അപ്പോൾ പിന്നെ ചേച്ചിക്ക് ഫീൽ ആവൂലേ? അതുകൊണ്ട് തന്നെ എനിക്കും ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചേച്ചീനെ വിളിക്കണം, ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം, നല്ല സപ്പോർട്ട് കൊടുക്കണം. ഇനി ചേച്ചിക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എന്തിനാണ് ഈ സ്വയം ഉസ്താദെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരാളെ കളിയാക്കാൻ വേണ്ടിയിട്ട്. റസ്മിൻ പറഞ്ഞത് മതത്തിനെയാണ്. മതത്തിനെ കളിയാക്കരുതെന്നുണ്ടോ? മതത്തിനെ കുറ്റം പറയരുതെന്നുണ്ടോ? മതത്തിനെ കളിയാക്കിയാലോ ഒരു വ്യക്തി കുറ്റം പറഞ്ഞാലോ അവരെ പറഞ്ഞു തിരുത്താൻ വേണ്ടി തിരിച്ച് അവരെ കളിയാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിന്നെപ്പോലുള്ളവർക്ക് മതം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നീ തലക്കെട്ടും കെട്ടി വെള്ളയും വെള്ളിയിട്ട് വന്ന് നിന്ന് ഈ പ്രസംഗം നടത്തുന്ന നിന്നെപ്പോലുള്ളവർ കളിയാക്കാൻ പാടില്ല ഒരു മനുഷ്യന്. അതന്നെ ഈ പടച്ചോനോടും എൻ്റെ ദീനിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇതാ ഞാൻ പറഞ്ഞ റീച്ചിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും വിളിച്ച് പറയുന്ന ഇതേപോലുള്ള പരനാറികളായിട്ടുള്ള കുറേ ഉസ്താദുമാരുണ്ട്. അങ്ങനെ തന്നെ പച്ചയ്ക്ക് പറയും ഞാൻ. ഇപ്പം അവൻ പറഞ്ഞ ടോൺ നിങ്ങൾ കേട്ടോ, അതിലുള്ള എഡിറ്റിങ് നിങ്ങൾ കണ്ട. പടച്ചോനെ റീൽസ് ഇടാൻ പാടില്ല, ബിഗ് ബോസ് എന്തോ വലിയ പ്രശ്നമാണ്, റീച്ചിന് വേണ്ടിയിട്ടാണ്. റീച്ചിന് വേണ്ടിയാണ് കട്ട് എന്നൊക്കെ പറഞ്ഞ് പല എഡിറ്റ്സ് ഇട്ടിട്ട് മൂപ്പര് ഇത്രയും കടന്ന് ചലച്ചിട്ട് പോയത്. പിന്നെ മൂപ്പര് പറഞ്ഞേ, എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ബാക്കിയുള്ളവരൊക്കെ മദ്രസയെ പഠിച്ചിട്ട് ഞങ്ങൾ കൗൺസിലറായി, ഞങ്ങൾ ഡോക്ടറായി, ഞങ്ങൾ എഞ്ചിനീയറായി. ഇതേ മദ്രസയെ പഠിച്ച ആൾക്കാർ കള്ളനും കൊലപാതകയും പീഡകനും എല്ലാവരും ഉണ്ട്. അതെന്ത് ഈ അത് പറയാത്ത? എന്താ എനിക്ക് മറ്റേ മാത്രം പറഞ്ഞാൽ മതിയോ? മദ്രസയെ പഠിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ 100ൽ 100 ആവില്ലടാ. അതാദ്യം മനസ്സിലാക്കുക. മദ്രസയെ പഠിച്ചോണ്ടോ മതം പഠിച്ചോണ്ടോ ഒന്നും ഒരു മനുഷ്യൻ 100ൽ 100 ആവില്ല. ഒരു മനുഷ്യൻ എപ്പോഴാണ് 100ൽ 100 ആവാൻ പറ്റില്ല, 100ൽ 90 ആവാനെങ്കിലും പറ്റുന്ന എപ്പോഴാണ്? അടുത്തുള്ള മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ്. നിന്നെ കൊണ്ടൊന്നും അത് സാധിക്കില്ല. ഏതെങ്കിലും രീതിക്ക് മതത്തിനെ വിമർശിക്കാൻ വന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ പൊട്ടും, നിനക്ക് റെസ്പെക്റ്റും പോവും. എന്ത് പച്ച തെമ്മാടിത്തരമാണ് ചെങ്ങായിയെ വിളിച്ച് പറഞ്ഞത്. ഒരാൾ നെഞ്ചത്ത് ടാറ്റു അടിക്കണോ വേണ്ടെന്നുള്ളത് ആ വ്യക്തിയുടെ ഇഷ്ടമല്ലേ, അയാളുടെ വ്യക്തി താല്പര്യമല്ലേ. അവിടെയാണ് എൻ്റെ മതങ്ങളുടെ റെസ്ട്രിക്ഷൻസ്. മനസ്സിലായില്ലേ? അതിനകത്ത് അണക്ക് ജീവിക്കാം. ഈ പൊട്ടക്കുളത്തിലെ തവളയാവും. റസ്മിൻ ഭായി അങ്ങനെയല്ല. റസ്മിൻ ഭായിക്ക് ഇപ്പം നെഞ്ചത്ത് ടാറ്റു അടിക്കണം, റസ്മിൻ ഭായി നെഞ്ചത്ത് ടാറ്റു അടിക്കും. നാളെ റസ്മിൻ ഭായിക്ക് കുണ്ടിക്കടിക്കും ടാറ്റു. റസ്മിൻ ഭായിൻ്റെ ദേഹമാണ്. മനസ്സിലായില്ലേ? റസ്മിൻ ഭായി എവിടെ വേണമെങ്കിൽ ടാറ്റു അടിക്കും. ആ ടാറ്റു നോക്കി അത് കണ്ട് അതിനകത്തൊരു സാധനം ചൂഴ്ന്നെടുക്കുന്ന നിന്റെ മതത്തിൽ പറഞ്ഞ പോലെയാണോ അപ്പം ജീവിക്കുന്നേ? നീ എന്തിനൊരു അന്യ സ്ത്രീയുടെ നെഞ്ചത്ത് നോക്കാൻ പോകുന്നു? തലയെ കെട്ടി ഉസ്താദേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ള ഇപ്പോൾ നമുക്കൊക്കെ നോക്കാം, വലിയ വിഷയമൊന്നുമില്ല. നമുക്ക് എവിടെയും റെസ്ട്രിക്ഷൻസ് ഇല്ല. നിനക്കുണ്ട്. അന്യ സ്ത്രീയുടെ മാറത്തേക്ക് നോക്കാൻ നീ പാടില്ല. റസ്മിൻ ഭായി ആ കോട്ട്, ഇത്ര ഇട്ട കോട്ടിനകത്തു കൂടി നിന്റെ കണ്ണട വെച്ച് അതിനകത്തുള്ള കണ്ണുകളിലൂടെ നീ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നീയാണ് മോനെ ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരി. നിന്റെ മതം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നീയാണ് ഏറ്റവും വലിയ വ്യഭിചാരി. ആ റസ്മിൻ ഭായിൻ്റെ നെഞ്ചത്തുള്ള ടാറ്റു ഇവൻ പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത്. ഈ ഇത്രയും കാലം അറിയുന്ന റസ്മിൻ ഭായിൻ്റെ നെഞ്ചത്തൊരു ടാറ്റു ഉള്ളത് ആ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ടാറ്റു അടിച്ചതിന് ശേഷം ഞാൻ റസ്മിൻ ഭായിനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോ, ഇവൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ രണ്ടാമത് ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്. അപ്പം എന്താണ് ഉസ്താദിൻ്റെ ഒക്കെ അവസ്ഥ? ഇതേപോലുള്ള റീൽസ് വേട്ടാവളിയന്മാർ ഉസ്താദുമാർ കുറേ എണ്ണങ്ങളുണ്ട്. പച്ചയ്ക്ക് ഞാൻ പറയുന്നത് ഇവന്മാരാണ് കാട്ടവരാത്ത ദുരന്തങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് തുറക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി അവരാത്തരം വിളിച്ചു പറഞ്ഞ് റീച്ച് കിട്ടാൻ വേണ്ടി
ഈ അത്യാവശ്യം സെലിബ്രിറ്റി ഫെയിം സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആരെ വേണേ ഇതേമാതിരി മതം പറഞ്ഞ് കയറി ചൊറിഞ്ഞ് അതിലൂടെ കുറേ BGM-ഉം കട്ട്സും ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് ലാസ്റ്റ് റീൽസിന് കുറ്റം, ഒരു പാട്ട് പാടുന്നവന് കുറ്റം, മതത്തിനെ കുറിച്ച് പറയുന്നവന് കുറ്റം, കുറ്റമല്ലാതെ കുറ്റം. കുറ്റം പറയാൻ പാടില്ലടേ. ഫസ്റ്റ് അത് പഠിക്കുക. ഉസ്താദുമാരായ നിങ്ങൾ ദീൻ പറയാൻ നടക്കുന്നവർ നിങ്ങൾ എന്തിന് ബാക്കിയുള്ളവന് കുറ്റം പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് പിച്ച് ചീന്ന ഇട്ട് കൊടുക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളെ മതത്തിൽ അത് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇതിങ്ങനെ കുറേ ഉണ്ടെങ്കിൽ ഇതെന്താ പറയുക, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓങ്ങി വെച്ചതായിട്ട്. ഇനി ഇതിൻ്റെ പേരിൽ ഈ കമൻറ്റ് ബോക്സിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. നല്ല ഉസ്താദുമാരുണ്ടാ, നല്ല ഒന്നാം തരം A-ക്ലാസ് ഉസ്താദുമാർ എനിക്ക് അറിയുന്നവരുണ്ട്. ഒരാളെ കാര്യത്തിൽ ഇടപെടാൻ വരില്ല. കറക്റ്റ് ദീനിന് വേണ്ടി എന്തൊക്കെ പറയണോ, പടച്ചോന് വേണ്ടി എന്തൊക്കെ പറയണോ, നാട്ടുകാർക്ക് മോട്ടിവേഷനായിട്ട് എന്തൊക്കെ പറയണോ അത് മാത്രം പറഞ്ഞിട്ട് ഇട്ടിട്ടും പോകും. ഒരു പ്രശ്നം അവരെ കൊണ്ടില്ല. വളരെ അടിപൊളി മനുഷ്യന്മാർ. സംസാരിക്കാൻ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ മണിക്കൂറുകൾ പോകണമെന്ന് നമ്മൾ അറിയില്ല. ഞാനൊക്കെ ഇഷ്ടംപോലെ സംസാരിക്കുന്ന, ഡെയിലി ബേസിസിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? വളരെ അടിപൊളി മനുഷ്യന്മാർ. ലോകവിവരമുള്ള, ലോകം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ആ ദീൻ പറഞ്ഞും പടച്ചോൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പറത്തുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവനെപ്പോലുള്ള ഫേക്കോളികൾ, നന്മമരം ഫേക്കോളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റിക്കാർ മാത്രമല്ല, ഇതേപോലെ ഇടുന്ന കുറേ എണ്ണങ്ങളുണ്ട്. മനസ്സിലായോ? ഇവന്മാരാണ് ഭയങ്കര ഡേഞ്ചർ ഐറ്റങ്ങളാണ് അവന്മാർ. എന്നാലും കൊള്ള ഇങ്ങനെ കുറേ എണ്ണങ്ങൾ.